കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഞാൻ ഈ ടീച്ചിങ് ഫീൽഡ് ചൂസ് ചെയ്തതെന്നുള്ളത്. ഞാനെൻ്റെ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2015 നൗ ദിസ് ഇസ് 2024. ഓൾമോസ്റ്റ് 9 ഇയേഴ്സ് കവർ ചെയ്തു ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്. പക്ഷേ എന്നോട് ഇത്രയും വർഷമായിട്ടും ആരും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡിൽ വന്നു, അല്ലെങ്കിൽ വൈ യു ചൂസ് ദിസ് പ്രൊഫഷൻ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എന്നോടൊരു കുട്ടി അങ്ങനെ ചോദിച്ചത്. അപ്പോൾ എനിക്കത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ അവൾക്ക് കൊടുത്ത റിപ്ലൈയും കൊടുത്ത അഡ്വൈസും എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ടീച്ചിങ് ഫീൽഡ് ചൂസ് ചെയ്തു എന്നുള്ള ആൻസർ പറയണമെങ്കിൽ ഞാൻ കുറച്ച് വർഷം ബാക്കിലേക്ക് പോകേണ്ടി വരും, എസ്പെഷ്യലി ടു മൈ സ്കൂൾ ഡേയ്സ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്ര വലിയ ഒരു എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻറ്റോ അല്ലെങ്കിൽ ഭയങ്കര പഠിക്കുന്ന കുട്ടിയോ ഒന്നും ആയിരുന്നില്ല. ഐ വാസ് ജസ്റ്റ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 9th പഠിക്കുന്ന സമയത്ത് മാത്സിനൊക്കെ വളരെ മാർക്ക് കുറവായിരുന്നു. ചില എക്സാംസിനൊക്കെ ഞാൻ ഫെയിൽ ആയിട്ടുണ്ട് മാത്സിനൊക്കെ. അത്രയ്ക്കും ആവറേജ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ബട്ട് ഐ ഹാവ് മൈ ഓൺ പോസിറ്റീവ്സ് ടു. എനിക്ക് എൻ്റേതായിട്ടുള്ള നല്ല വശങ്ങളും കുറേ ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പേരൻസ് PTA മീറ്റിങ്ങിനോ ഒക്കെ വരുമ്പോൾ ഒരിക്കലും ഒരു നല്ല റിവ്യൂ കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അൺടിൽ മൈ 10th സ്റ്റാൻഡേർഡ്. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണല്ലോ. അതുമാത്രമല്ല മാത്സിനൊക്കെ ഇടയ്ക്ക് ഫെയിൽ ആവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം എപ്പോഴും ഒരു അപ്സെറ്റ് ഫേസിലായിരുന്നു എൻ്റെ പേരൻസൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഒരു 10th സ്റ്റാൻഡേർഡ് വരെ. 10th കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എടുത്ത് പഠിച്ചതുകൊണ്ട് ഓൾമോസ്റ്റ് ആ ഒരു ആവറേജിന് മാറി കുറച്ചുകൂടെ നല്ല ലെവലിലേക്ക് വന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് മുന്നേ വരെ എനിക്ക് അത്ര വലിയൊരു നല്ല റിവ്യൂസ് ഒന്നും കിട്ടിയിരുന്നില്ല. ദോ ഐ ബിലീവ് ഐ ഹാവ് മൈ ഓൺ പോസിറ്റീവ്സ് അറ്റ് ദാറ്റ് ടൈം. ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിലും അങ്ങനെ ഒരു പോസിറ്റീവ് കോമൻ്റ് ഒന്നും എനിക്ക് ആരുടെയും കയ്യിൽ നിന്ന് കിട്ടിയിരുന്നില്ല. അപ്പോൾ എൻ്റെ പേരൻസൊക്കെ ഇങ്ങനെ അപ്സെറ്റായിട്ടൊക്കെ പോകുമ്പോൾ ഞാൻ അന്ന് വിചാരിച്ചൊരു ചെറിയൊരു ചിന്തയാണ്, എന്നെങ്കിലും ഞാനൊരു ടീച്ചറാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ പറ്റി ഞാൻ റിയലൈസ് ചെയ്യുക, എല്ലാവരും ഒരേപോലെ പഠിക്കുന്ന കുട്ടികളായിരിക്കില്ല. പക്ഷേ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ടാലൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഐ ഷുഡ് റിയലൈസ്. എന്നിട്ട് ആ കുട്ടിയെ ഒന്നെങ്കിൽ അവരെ അത് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പേരൻസൊക്കെ വരുമ്പോൾ പഠിക്കാൻ കുറച്ച് ഇവൻ മോശമാണെങ്കിലും ബട്ട് ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ കുട്ടി പോസിറ്റീവ്സ് ആണ് എന്നൊന്ന് പറഞ്ഞ് അവരെ ഒന്ന് ഹാപ്പി ആക്കി വിടാൻ നോക്കുക എന്നുള്ളത്. അല്ലാതെ എല്ലാം കൂടെ ഡൗൺ ആക്കി വിടുക എന്നുള്ളത് അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നുള്ളത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ദാറ്റ് ഐ ചൂസ് ദിസ് പ്രൊഫഷൻ. അപ്പോൾ ഇതാണ് ഞാൻ ആ കുട്ടിക്ക് കൊടുത്ത ആൻസർ, അതായിരുന്നു. ഒപ്പം ഞാൻ കൊടുത്ത ഒരു അഡ്വൈസ് വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഫോളോ യുവർ പാഷൻ. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ളൊരു പാഷൻ കാണും. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു ടീച്ചറൊന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തു എന്നുള്ളൊരു റീസൺ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും, ഇന്നത്തെ കുട്ടികളൊക്കെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. അവർ കുറച്ചും കൂടെ ആ ഒരു റിയാലിറ്റിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, എപ്പോഴാണെങ്കിലും ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഫോളോ യുവർ പാഷൻ. എല്ലാ കുട്ടികൾക്കും എന്താണോ അവരുടെ ഇൻട്രസ്റ്റ് അതനുസരിച്ച് അവരെ പഠിക്കാൻ വിടുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതുമാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾക്ക് പല സമയത്തും നമുക്കൊക്കെ ചിലപ്പോൾ ജോലിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും, ചില സമയത്ത് വേണ്ടായിരുന്നു എന്ന് തോന്നും. സി ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് അവർ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ ഒരു താല്പര്യക്കുറവാണ്. നമ്മൾ ഏതൊരു കാര്യവും താല്പര്യത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. നമ്മൾ ഏതൊരു കാര്യവും നല്ല ഇൻട്രസ്റ്റോടു കൂടിയും താല്പര്യത്തോടു കൂടിയും ചെയ്യുമ്പോൾ ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലും നമ്മൾ അറിയില്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഫോളോ അവർ പാഷൻ. എന്താണോ നമ്മളുടെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഒരു ഇഷ്ടം എന്തിനോടാണോ ഉള്ളത് അത് ഫോളോ ചെയ്ത് അത് സക്സസ്ഫുള്ളാക്കി പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ അഡ്വൈസ് ദാറ്റ് ഐ ഗിവ് ടു ദാറ്റ് ചൈൽഡ് ഓൾസോ. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും ഷെയർ ചെയ്യാനായിട്ടുള്ളത്. സോ ഹാപ്പി ഡേ.